വിശുദ്ധ അമ്മ ത്രേസ്യയെ കുറിച്ച് ഇപ്രകാരം പലരും പറയാറുണ്ട്, എഴുതിയിട്ടുണ്ട്. അമ്മ ത്രേസ്യ പ്രാർത്ഥനയുടെ വലിയ രാജ്ഞിയാണ്. എന്നാൽ ഈ അമ്മ ത്രേസ്യ മിണ്ടാമഠം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ. മിണ്ടാമഠം എന്ന് പറഞ്ഞാൽ അറിയാമോ? മിണ്ടാമഠം എന്ന് പറഞ്ഞാൽ സാധാരണ കന്യാസ്ത്രീ മഠമല്ല. ഒരിക്കൽ അതിനകത്ത് കയറിയാൽ പിന്നെ പെട്ടിയിലാക്കിയേ പുറത്തു കൊണ്ടുവരുള്ളൂ. എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും പുറത്ത് പോകാൻ പാടില്ല. ഇപ്പൊക്കെ നിയമം മാറി. ഒരു പ്രാവശ്യം ചിലപ്പോൾ അപ്പനെ കാണാൻ പോകാം, അപ്പനോ അമ്മയോ മരിക്കാനായി ഒരു പ്രാവശ്യം. അല്ലെങ്കിൽ അവർക്ക് പുറത്ത് പോകാൻ പാടില്ല, ആരോടും മിണ്ടാൻ പാടില്ല. നമ്മളൊക്കെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു ജയിലിൽ കിടക്കണമായിട്ട് പുറത്ത് സംസാരിക്കൊന്നും അധികം പാടില്ല. അതാണ് മിണ്ടാമഠം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം പ്രാർത്ഥനയാണ്. അവരുടെ ജീവിതം തന്നെ ഒരു ബലിയാണ്. ദൈവവുമായിട്ട്, ദൈവത്തിന് വേണ്ടി ഒരു മോചനദ്രവ്യമാകുന്ന അവസ്ഥ. അങ്ങനെയുള്ള മഠത്തിൽ ജീവിക്കുന്ന ആ കന്യാസ്ത്രീക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. 5-8 വർഷം പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നില്ല എന്നാ പറയുന്നത്. ആദ്യകാലങ്ങളിൽ വലിയ പ്രശ്നം. അവസാനം വിശുദ്ധ അഗസ്തീനോസിന്റെ ആത്മകഥ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അഗസ്തീനോസിന്റെ ജീവിതത്തിലുണ്ടായ തകർച്ചകളും അതിന്റെ എല്ലാം കാരണം, ഞാൻ ദൈവത്തെ അന്വേഷിച്ചിങ്ങനെ നടന്നു, പക്ഷേ എങ്ങും കണ്ടെത്തിയില്ല. അവസാനം എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. ഇത്ര നാൾ ഞാൻ മറന്ന സത്യമാണു ദൈവം, ഇത്ര നാൾ ഞാൻ മറന്ന സ്നേഹമാണു ദൈവം. അഗസ്തീനോസിന്റെ എത്ര വൈകി ദൈവമേ നിന്നെ അറിയാൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തോരം കാലം നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ട്? നിന്നെ അറിയാഞ്ഞതുകൊണ്ട്. അവസാനം നിന്നെ ഞാൻ എന്നിൽ തന്നെ കണ്ടെത്തി. അവസാനം എന്നിൽ തന്നെ കണ്ടെത്തി. ഇത് വായിച്ചപ്പോഴാണ് അമ്മ ത്രേസ്യയ്ക്ക് ഒരു ബോംബ് പൊട്ടുന്ന അനുഭവമായിരുന്നു. ഈ വലിയ ശക്തി, ഈ അനന്തമായ ശക്തി മറ്റെവിടെയുമല്ല, എന്നിൽ തന്നെയുണ്ട്, നിന്നിൽ തന്നെയുണ്ട്, എല്ലാവരിലും ഉണ്ട് എന്ന ഒരു കണ്ടെത്തൽ. അതോടുകൂടി ഒരു പ്രപഞ്ചം, ഒരാശയ പ്രപഞ്ചം, പ്രാർത്ഥനയുടെ വലിയ ഒരു പ്രപഞ്ചം അങ്ങ് വിരിയുകയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. അന്വേഷിപ്പിൻ, കണ്ടെത്തും. അപ്പോൾ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആദ്യം പഠിപ്പിച്ചതാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കണ്ടെത്തുക. രഹസ്യമായി അവിടെ ഒളിഞ്ഞിരിക്കുന്ന ആരോ ഉണ്ട്. ആ ഒളിഞ്ഞിരിക്കുന്ന ആ ശക്തിയെ കണ്ടെത്തുക. അങ്ങനെ ഒരു കണ്ടെത്തൽ നടന്നാൽ മാത്രമേ പ്രാർത്ഥനയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. മാമോദീസായിലൂടെ നമ്മളിൽ സജീവമായി ജീവിക്കുന്ന പരിശുദ്ധ രാജകീയ ത്രിത്വത്തെ നാം കണ്ടെത്തണം. ആ ത്രിത്വത്തിൽ നിന്നും ശക്തി സംഭരിക്കണം. ആ ത്രിത്വവുമായിട്ട് ലയിച്ച് നാം ജീവിക്കണം. ആ ത്രിത്വത്തിന്റെ പരിശുദ്ധി അനുസരിച്ച് നമ്മുടെ ജീവിതവും പരിശുദ്ധമാക്കാൻ ശ്രമിക്കണം. ആ ത്രിത്വത്തെക്കുറിച്ചുള്ള അറിവും ബോധ്യവും ദൈവവചനത്തിലൂടെ നമ്മളിൽ വളരണം. ഇതെല്ലാം വളരെ ആവശ്യമാണ്. ഇനി മറ്റൊരു ഘടകം എന്താണ്? ഇന്നത്തെ നിലവിലുള്ള പ്രാർത്ഥനാ രീതികളിൽ ക്രിസ്തീയ പ്രാർത്ഥനയും മറ്റ് മതങ്ങളുടെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ധാരാളം വ്യത്യസ്ത മതങ്ങൾ
കലർന്ന് ജീവിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് പലപ്പോഴും നമുക്ക് വ്യത്യാസം അറിയുന്നില്ല. നമ്മളും അവരെ പോലെ മറ്റൊരു വർഗം, മറ്റൊരു മതം. അവർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർ കുറെ പേർ മസ്ജിദിൽ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ കുറെ പേർ ഗുരുദ്വാരയിൽ പ്രാർത്ഥിക്കുന്നു, ഇല്ലേ? ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ്. പക്ഷേ വാസ്തവത്തിൽ എന്താണ് ക്രിസ്തീയ പ്രാർത്ഥനയും മറ്റ് പ്രാർത്ഥനകളും തമ്മിലുള്ള വ്യത്യാസം? ചിന്തിച്ചിട്ടുണ്ടോ? ക്രൈസ്തവ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ്. എല്ലാവരും ഒന്ന് കരമുയർത്തി ഏറ്റു പറഞ്ഞ്, ക്രൈസ്തവ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ്. തുറന്നു വായിക്കാം. അത് ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിൽ നിന്നും നമ്മിൽ നിന്നും പുറപ്പെടുന്നതും മനുഷ്യനായി തീർന്ന ദൈവപുത്രന്റെ മാനുഷിക മനസ്സുമായുള്ള ഐക്യത്തിൽ പിതാവിൻ പക്കലേക്ക് പൂർണ്ണമായി തിരിയുന്നതുമാണ് അത്. ക്രിസ്തീയ പ്രാർത്ഥന ഒരു ഉടമ്പടി ബന്ധമാണ്. വിശദീകരണം ആവശ്യമാണ്. ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തീയ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടാണോ നമുക്ക് ലഭിക്കുന്നത്? അല്ല, മറിച്ച് ദൈവം മനുഷ്യനുമായി ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടി പ്രകാരം ദൈവം, ഇത് ക്രിസ്ത്യാനിയോട് മാത്രമല്ല ഉടമ്പടി, എല്ലാ ജാതി മതസ്ഥരും ഈ ഉടമ്പടിക്ക് അവകാശികളാണ്. എന്നാൽ ആ ഉടമ്പടിയെ കുറിച്ച് അറിഞ്ഞ് അവകാശത്തോടെ അതിൽ വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ചവരാണ് നമ്മൾ. എന്നാൽ ഉടമ്പടി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ആ ഉടമ്പടി പ്രകാരം ദൈവം മുൻകൂട്ടി നൽകുകയാണ്. ദൈവം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഈശോ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നവ നിനക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും. അതെങ്ങനെയത്? അതെന്താ ആ വിശ്വാസം? നീ പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും ചെയ്യുന്നതെല്ലാം നിനക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? ഉടമ്പടി പ്രകാരം ദൈവം തന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന്, നാം വിശുദ്ധ ബലി അർപ്പിക്കാൻ വന്നിരിക്കുന്നു. എന്തുദ്ദേശിച്ചാ നമ്മളോട് വന്നിരിക്കുന്നേ? നമ്മള് ഈ പ്രാർത്ഥിച്ച് ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് മുട്ടുകുത്തി കരയുന്നത് കൊണ്ടാണോ നമുക്ക് അനുഗ്രഹം കിട്ടണേ? മറിച്ച് നമ്മൾ വന്നിരിക്കുന്നത് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതിന് മുൻപ് തന്നെ ദൈവം നമുക്ക് നേരെ കൈനീട്ടി പിടിച്ചുകൊണ്ടിങ്ങനെ പറയുകയാണ്, ഇത് എന്റെ ശരീരമാകുന്നു, നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ട, അറക്കപ്പെട്ട, അർപ്പിക്കപ്പെട്ട എന്റെ ശരീരമാണ്, ഇതാ നീ സ്വീകരിക്കുവിൻ. ഇപ്പൊ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളത് സ്വീകരിക്കാൻ വേണ്ടി കൈ നീട്ടുന്നു. അതാണ് നമ്മുടെ പ്രാർത്ഥന. വീണ്ടും തുടരുകയാണ്, ഇതെന്റെ രക്തമാകുന്നു, സനാതനവും നവീനവുമായ ഉടമ്പടിയിലുള്ള രക്തം, നിന്റെ പാപമോചനത്തിനായി ഞാൻ ചിന്തിയ രക്തം, ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾ വിചാരിക്കുക ഇവിടെ ഈശോ ആണ് നിൽക്കുന്നത്. ഈശോ നിങ്ങളുടെ നേരെ കൈനീട്ടുകയാണ്, ഇതാ ഇത് നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. ഇപ്പോൾ നമ്മുടെ പ്രതികരണം എന്താ? നമ്മൾ ഉടനെ കൈനീട്ടില്ല അത് വാങ്ങാൻ. ഇപ്പൊ നമ്മൾ കൈ നീട്ടുന്നു. ഇതിനാണ് യാചന. ഒന്ന് കൈ നീട്ടി, ശരിക്കും കൈ നീട്ടി. എന്തുദ്ദേശിച്ച കൈ നീട്ടുന്നത്? ഇത് സ്വീകരിക്കുന്നതിന് ഉദ്ദേശിച്ച കൈ നീട്ടുന്നത്. കൈ നീട്ടി പിടിക്കുക.
ഈ കൈനീട്ടലല്ലേ ഈ യാചന? ഈ കൈനീട്ടൽ യാചനയാണോ അല്ലയോ? അപ്പൊ നമ്മൾ എന്തിനാ കൈനീട്ടുന്നത്? നമ്മൾ യാചിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹമായി ഉടമ്പടി പ്രകാരം യേശു നൽകുന്ന തന്റെ ജീവൻ, തന്റെ രക്തം, തന്റെ ശരീരം, തന്റെ ആത്മാവ്, തന്റെ ജീവൻ മുഴുവനും സ്വീകരിക്കാൻ നാം കൈനീട്ടുന്നു. കർത്താവ് നാം കൈനീട്ടുന്നതിന് മുൻപ് തന്നെ കർത്താവ് കൈനീട്ടി നിൽക്കുകയാണ്. കർത്താവ് അത് തരികയാണ്. ഇതാ തന്നു, നമ്മളത് സ്വീകരിച്ചു. ഇതാണ് ക്രിസ്തീയ പ്രാർത്ഥന. ദൈവം നൽകിയ ഉടമ്പടി ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണോ ഉടമ്പടി ചെയ്തത്? യേശു കുരിശിൽ ജീവൻ ബലി അർപ്പിക്കുമ്പോൾ എത്ര ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു? ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുണ്ടായില്ല. പിന്നെ ആർക്ക് വേണ്ടിയാ? എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി. നീ ഹിന്ദു, ഹൈന്ദവനായാലും മുസ്ലിം ആയാലും സിഖ്, പഞ്ചാബി, പാഴ്സി, ആര് തന്നെ ആയാലും എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു ഉടമ്പടി പ്രകാരം തന്റെ ജീവൻ ബലിയർപ്പിച്ചത്. ആ ഉടമ്പടി പ്രകാരമുള്ള നമ്മുടെ അവകാശമാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് കൈമാറ്റപ്പെടുന്നത്. ഉടമ്പടി പ്രകാരമുള്ള നമ്മുടെ അവകാശം ഒന്നുകൂടി വായിച്ച്. ക്രിസ്തീയ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ്. ക്ലിയർ ഇല്ലേ? ഈ ബോധ്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കണം. അതാണ് പിതാവ് മുടിയനായ പുത്രന്റെ ചേട്ടനോട് പറഞ്ഞത്, ഈ മകനെ, എന്താ പറഞ്ഞത്? മകനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. നാം പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈ ബോധ്യം നമുക്കുണ്ടോ? നാം പ്രാർത്ഥിക്കാൻ മുട്ടുമുട്ടുമ്പോൾ നമുക്ക് ഈ അവകാശമുണ്ടോ? നമ്മുടെ യാചന വേണം. എന്നാൽ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ യാചന കൊണ്ടല്ല, മറിച്ച് നാം യാചിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമുക്ക് വേണ്ടി നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഉടമ്പടി പ്രകാരം യേശു സഖ്യേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ നാട്ടുകാരെല്ലാം പുച്ഛിക്കാൻ തുടങ്ങി, കുറ്റം പറയാൻ തുടങ്ങി. ഇവൻ എന്താണ് ഈ പാപിയായ മനുഷ്യന്റെ വീട്ടിൽ ഇതുപോലെ കടന്നു ചെല്ലുന്നത്? ഇവനൊരു അന്തസ്സില്ലാത്തവനല്ലേ എന്നുള്ള മാതിരിയില്ലേ? അപ്പോൾ എന്താ ഈശോ പറഞ്ഞത്? ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞാൽ ഇവന് അവകാശമുണ്ട്. അബ്രാഹത്തിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ അവകാശിയാണിവൻ. അബ്രാഹത്തിനോട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടി പ്രകാരം ഇവന് ഞാൻ നൽകേണ്ടത് അവന്റെ അവകാശമാണ്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടവയെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് ശപഥം ചെയ്യാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്തു പറഞ്ഞു, നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രാഹം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. മനുഷ്യർ തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടാണല്ലോ ശപഥം ചെയ്യുന്നത്. ശപഥമാണ് അവരുടെ എല്ലാ തർക്കങ്ങളുടെ തീരുമാനത്തിന്റെ അവസാന വാക്ക്. ദൈവം തന്റെ തീരുമാനത്തിന്റെ അചഞ്ചലത വാഗ്ദാനത്തിന്റെ അവകാശികൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാൻ